വെറുതെ ഫോണും നോക്കി ഇരിക്കുമ്പോഴാണ് നിനക്ക് ഈ പച്ചക്കറിയുടെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇട്ടൂടെന്ന് ചോദിച്ചാൽ അമ്മയുടെ വക ഒരു ഡയലോഗ്. ഞാനിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി, കാണാനൊന്നുമില്ലെങ്കിലും എന്തൊക്കെയോ ഉണ്ട്. തളിർത്ത് പച്ചപ്പായി നിൽക്കുന്ന അടുക്കള ചീരിയും പിന്നെ ചുവന്ന ചീരിയും, അത് കാടിൻ്റെ ഉള്ളിലാണെങ്കിലും അത്യാവശ്യം കാണാനുണ്ട്, ഒരു വറവനൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റ പന്തലിൽ നിൽക്കുന്ന പയറും കൈപ്പക്കയും വെള്ളരിക്കയും, ഇതൊക്കെ ഒറ്റ പന്തലിലാണെങ്കിലും നമുക്ക് ഓരോ ദിവസം കറി വെക്കാനും ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പണ്ട് പച്ചക്കറിയായിട്ടാ ഞങ്ങളത് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അടുത്തുകൂടെ പോകാൻ വിടാത്ത അമ്മയായിരുന്നു. ഹേച്ചുവിന് കളിക്കാൻ വേണ്ടിയിട്ട് പയറെടുത്ത് കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. നല്ല സുന്ദരനായി വളരുന്ന മത്തൻ കുമ്പളവും പിന്നെ കാടിൻ്റെ ഉള്ളിൽ വളരുന്നൊരു പാലക്കച്ചീരി, വീട് വെച്ചപ്പോൾ തന്നെ സ്ഥാനം പിടിച്ച റംബൂട്ടാൻ്റെ മരവും പിന്നെ കുറച്ച് വാഴത്തോട്ടവും, മഴ പെയ്ത് തളിർത്ത് സുന്ദരിയായി നിൽക്കുന്ന കറിവേപ്പിലയും, രാജകീയമായി വളരുന്ന കോവയാണ് ഇവിടുത്തെ പ്രധാനം. സ്വന്തമായി വളരാൻ ഒരു ബിൽഡിംഗ് തന്നെ അവനുണ്ട്. പിന്നെ ചട്ടിയിൽ സ്ഥാനം പിടിച്ച് നിരന്നു നിൽക്കുന്ന തക്കാളിയും. ചട്ടിയിലായതുകൊണ്ട് തന്നെ പൂന്തോട്ടത്തിൻ്റെ നടുക്കാണ് അവൻ്റെ സ്ഥാനവും. പോസ്റ്റിൻ്റെ മേലെ സ്ഥാനം പിടിച്ച കോട്ടപ്പയറും പിന്നെ ഒരു സാമ്പാർ വെക്കുമ്പോൾ ഓടി വന്ന് പറിക്കാൻ പറ്റുന്ന വെണ്ടയ്ക്കയും, ഒരു മെരട് രാമച്ചവും മുളപ്പിക്കാൻ വെച്ച കശുവണ്ടിയും പിന്നെ അമ്മ ജീവന് തുല്യം സ്നേഹിക്കുന്ന നീലാമരിയും. പൂക്കളുടെ അടുത്തേക്ക് വന്ന ഒരു കുഞ്ഞു പൂന്തോട്ടം തന്നെ ഇവിടെയുണ്ട്. നല്ല കളറുള്ള അരിപ്പൂവും പിന്നെ പല കളറിലുള്ള കടലാസ് പൂക്കളും. 3 കളറിലുള്ള കടലാസ് പൂവാണ് അമ്മയുടെ ഫേവറേറ്റ്: വെള്ള, റോസ്, ഓറഞ്ച്. ഹേറ്റുവിന് പച്ചക്കറിയേക്കാൾ ഇഷ്ടമായത് പൂക്കളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്താ എടുക്കാനുള്ളതെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വന്ന ഞാനായിരുന്നു. ഇപ്പോൾ 3 മിനിറ്റുള്ളൊരു വീഡിയോ ആയി, എനിക്കുള്ള കണ്ടൻറ്റും ആയി. ചെക്കിപ്പൂവും കറ്റാർ വാഴയും പോപ്പിച്ചെടിയും നന്ദ്യാർ വട്ടവും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു പൂന്തോട്ടം തന്നെ വീട്ടിലുണ്ട് ഇപ്പോൾ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാനല്ല ടാറ്റ പറയുന്നത്, ഹേച്ചു ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.